എൻ്റെ ആ ഇൻസ്പെക്ടറായിട്ടുള്ള സീൻ എടുക്കുന്നത് വെളുപ്പിന് 5:45 ലൈറ്റ് വന്നപ്പോൾ നിർത്തിയതാണ്. അയ്യോ ഇനി എടുക്കാൻ പറ്റില്ല, സൺലൈറ്റ് വന്നു എന്ന് പറയും. ഫുൾ നൈറ്റാണ്. അപ്പോഴൊക്കെ എനിക്കിങ്ങനെ ചെവി വേദനയുണ്ട്. എനിക്ക് ചെവിക്ക് അത് ആണി അടിച്ചാൽ ഒരു വേദന, ഈ സൈഡിലൊരു റേഡിയേഷൻ മാതിരി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെവി വേദന വരുമ്പോൾ പല ENT ഡോക്ടേഴ്സിനും കാണുന്നുണ്ട്. 12 പേരെ കണ്ടു. കണ്ടപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ മരുന്ന് ഒഴിക്കണം, അതാണ് ഇതാണെന്ന് ഇതിനൊന്നും ട്രേസ് ചെയ്യാൻ പറ്റിയില്ല ആർക്കും. അങ്ങനെ ഡോക്ടർ കനകരാജുണ്ട് കൊല്ലത്തെ, കൊട്ടിയത്ത്. അങ്ങനെ അവിടെ ഞാൻ അദ്ദേഹത്തിന് പോയി കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു, എക്സ്റേ ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഞരമ്പ് ഇങ്ങനെ വല്ലാതിരിക്കുന്നുണ്ട്, സി എ ഡെൻറ്റിസ്റ്റ്. ഞാൻ എണീക്കാൻ നേരത്ത് പക്ഷേ ചെവി വേദന ഉണ്ടല്ലോ, ഇറ്റ്സ് എ ബാഡ് സൈൻ. അത് ഞാൻ അതോടെ പേടിച്ചു പോയി. അങ്ങനെ ഡെൻറ്റിസ്റ്റിനെ കണ്ടപ്പോൾ ശരിയാണ്, ഇവിടെ ഒരു ഞരമ്പ് പല്ല്. അപ്പോൾ ഞാനൊരു 35 വർഷം മുമ്പ് ഇവിടെ 2 പല്ല് സ്റ്റീൽ പല്ല് വെച്ചിരുന്നു. അന്ന് സിറാമിക് ഒന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ ആ 2 പല്ല് മാറ്റി സിറാമിക് പല്ല് വെച്ചപ്പോൾ ഹാപ്പി. പിറ്റേന്ന് വൈകുന്നേരം വീണ്ടും തുടങ്ങി വേദന. അങ്ങനെ ഇവിടെ വന്നിട്ട് MRI എനിക്ക് പേടിയാണ്. എനിക്കൊരു ക്ലോസ്ട്രോഫോബിയ ഉള്ളതാണ്. ലിഫ്റ്റ് സ്റ്റക്കായ ഞാൻ വിറയ്ക്കും. ഒരു ഇടുങ്ങിയ മുറിയൊക്കെ അന്നും ഇന്നും ഇരുട്ട് ഇതൊക്കെ പേടിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്ത് പറ്റി. അങ്ങനെ ചെറിയതായിട്ട് സെഡേഷൻ തന്നെ അവർ നോക്കിയപ്പോൾ അതിൽ കണ്ടു ഇവിടെ ഇങ്ങനെയുണ്ട്. ആരംഭത്തിലേ കണ്ടതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വളർച്ച എന്ന് വെച്ചാൽ ഭയങ്കരമാണ്, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുമല്ലോ ശരീരത്തിൽ. അപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ട് പിറ്റേന്ന് തൊട്ട് തന്നെ പിറ്റേന്ന് ഇവിടെ ഒരു 20 സ്റ്റിച്ചുകളുണ്ട്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് എടുത്തു. റേഡിയേഷൻ തുടങ്ങി, ഈ പറഞ്ഞ ഒരു 30 റേഡിയേഷൻ, പിന്നെ 5 കീമോ ഒക്കെ ചെയ്തു. ട്രിവാൻഡ്രം കിംസിലാണ് ചെയ്തത്. എല്ലാം പക്കയായി പെർഫെക്റ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ഡെയിലി ഗുളിക മരുന്നൊന്നുമില്ല. ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ മരുന്നില്ല.